ജോസ്, there is a dress code over here. ഇതൊരു കോർപ്പറേറ്റ് സ്ഥാപനമാണ്. ഇവിടെ ലുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാൻറ്റും ഷൂസും ടൈയും ഒക്കെ വേണം. മേടിക്കാൻ മലയാളി. റോഡ്, വഴികൾ, കുഴികൾ എല്ലാം ഗൂഗിൾ പറയും. അത് നോക്കിക്കൊണ്ട് ഓടിച്ചാൽ മതി. പിന്നെ ഒരു കാരണവശാലും ബോസിനോട് നേരിട്ട് സംസാരിക്കരുത്. കേട്ടല്ലോ? ശരി സാർ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, എന്നോട് മാത്രം. അങ്ങനെ ആട്ടെ സാറേ. ബോസ്, ഈ ഓട്ടോ ബില്ലൊരു കാട്ടുപോത്താണ്. ഒന്ന് ബഹുമാനിച്ചങ്ങനെ. ആവശ്യം നമ്മുടെ ആയി പോയില്ലേ? ഇല്ലണ്ണ വണക്കം. വണക്കം. ഇല്ലണ്ണ, ഞങ്ങളുടെ പുതിയ ഷോറൂമിൻ്റെ പണി ഉടൻ തുടങ്ങും. അതിൽ അണ്ണൻ്റെ അപ്തത്തുക 25 ലക്ഷം. അത് കൊണ്ടുവന്നിട്ടുണ്ട്. അണ്ണൻ ഞങ്ങളെ പണി തുടങ്ങാൻ അനുവദിക്കണം. ஆண்ட்ரூ, அப்பா காலத்திலிருந்து நான் எங்கே இருக்கேன் இருந்தாலும் ஒரு வாட்டு கூட நீ என்னை பார்க்க வரல. என்னை கூப்பிட்டதில்லை. எனக்கு ரொம்ப ஃபீல் ஆச்சு. அதை ரேட் ஏற்றிட்ட. புது ரேட்டு 1 கோடி. സിംഗിൾ പേയ്മെന്റ്. 1 കോടിയോ? ഇത് ഞങ്ങളോട് പോയി ഉണ്ടാക്കാനാ? അത് നടക്കൂല. What the hell, man? I'm gonna call the cops. സാറേ, എനിക്ക് സാറിനോട് നേരിട്ടൊന്നും മിണ്ടാവോ? തനിക്ക് തന്നെ വേണ്ടേ? എനിക്കൊന്നും വേണ്ട, ഒരു പറ്റിയായിരുന്നു. കിട്ടിക്ക് അപ്പോൾ 1 കോടി കൊടുക്കാൻ തീരുമാനിച്ചോ? ഒന്ന് ഓർത്താ നാളെ ഒരു 2 ചോദിക്കില്ലേ? പിന്നെ എങ്ങനെയാണ് പോകണ്ടേ? പക്ഷെ എന്റെ പൊടികാരന്റെ ബോധം പോയില്ലേ? ഞാൻ ഒന്ന് ഇടപെടട്ടെ. ചെറുതായിട്ട്. അപ്പോൾ മൗന സമ്മതം.
സാറേ ഇവിടെ ഒരു എത്ര പേര് താമസിക്കുന്നുണ്ടാവും? ഒരു 100-300 ഫാമിലി ഉണ്ടാവും. എന്താ ഒഴിപ്പിക്കണോ? വെറുതെ ചോദിച്ചാ. ആ, ഇത് ആൻഡ്രൂ സാറിന്റെ സ്വന്തം ഫ്ലാറ്റാ. ജോസിനെ അത്രയും ബോധിച്ചുകൊണ്ടാ ഇവിടെ കയറി താമസിച്ചോളാൻ പറഞ്ഞത്. എന്നാ പിടിച്ചോ. അപ്പൊ പറഞ്ഞ പോലെ ഞാനൊരു കാര്യം പറഞ്ഞാൽ കൊച്ചു വേറെ വല്ലതും വിചാരിക്കൂ. എന്താ? എനിക്ക് എന്നെ ജോസേട്ടായി എന്ന് വിളിക്കുന്ന ഇഷ്ടം. അതിനെന്താ? ജോസിനെ ജോസായിട്ട് തന്നെ വിളിച്ചോ. ആ പഴംപൊരി നല്ല ചൂട് പഴംപൊരി. തടിക്കോ തന്നെ റീല് മാറ്റി കാർട്ടൂൺ ആക്കിയോ? കാർട്ടൂൺ അല്ലടാ, കോമിക്സ്. നീ പിള്ളേരെ മുന്നിൽ വെച്ച് നാണം കെടുത്താതെ അതവിടെ വെച്ചിട്ട് അടുക്കള പോടാ പോത്തെ. അവൻ്റെ ഒരു കാർട്ടൂൺ. അല്ലെങ്കിൽ അമ്മച്ചി പുതിയ കൂട്ടുകാരെ കിട്ടി ഇപ്പം എന്നെ കണ്ടുകൊടുക്കണം. ജോസേട്ടാ എന്താ ഈ പിറുപിറുത്തോണ്ടിരിക്കുന്നത്? അതിപ്പോൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിള്ളേരെ കണ്ടതിന് ശേഷം അമ്മച്ചി ഞാൻ എന്ത് ചെയ്താലും കുറ്റമാണ്. എന്നെ ഭയങ്കര വഴക്കും പറയും. അതൊക്കെ ചുമ്മാതാ. നമുക്ക് എല്ലാവർക്കും അറിയാം ജോസേട്ടയും മമ്മാസ് ബോയാന്ന്. ആര് പറഞ്ഞു? അത് ചുമ്മാ പറയുന്നതാ. എന്നാ പിന്നെ ജോസേട്ടായിക്ക് എല്ലാവരും പോലെ ഒരു കല്യാണമൊക്കെ കഴിച്ച് ജീവിച്ചുകൂടായിരുന്നോ? അതൊന്നും പറഞ്ഞാൽ കൊച്ചിന് മനസ്സിലാകുകയില്ല കൊച്ചേ. അതൊക്കെ മുട്ടൻ കഥയാവും. എന്താ നമുക്ക് മനസ്സിലാവാത്തൊരു കഥ? അത് പറഞ്ഞാൽ മുടിഞ്ഞാലാകാം. ലാഗ് എടുപ്പിക്കാതെ പറ ജോസേട്ടായി. ഉരുളുപൊട്ടലെന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങളെന്നേ കിഴക്കമ്മലയിലാണ് താമസം. എനിക്കൊരു 5-8 വയസ്സുണ്ടാവും. മലയുടെ ചെരുവിലാണ് ഞങ്ങളുടെ വീടേ. ക്രിസ്മസ് നാളിലാണ്. ഞാനും അമ്മയും വീടിനകത്തും അപ്പനും പെങ്ങളും കൂടെ വരാതിരിക്കുക. അങ്ങനെ ഇത് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലെ മല ഞങ്ങളുടെ നേരെ ഇഞ്ഞ് വരുക. വീടിൻ്റെ പുറത്തോട്ട് കയറി താഴോട്ടങ്ങ് പോയി. അടിയിൽ മുഴുവൻ ചെളിയും വെള്ളവും. ഞങ്ങളിങ്ങനെ മണ്ണ് നിറഞ്ഞ് ഇവിടം വരെ ഞങ്ങളുടെ ശ്വാസം മുട്ടിട്ട് പോയി. ഞാൻ വിചാരിച്ചു ചത്തു. ചവിട്ടുമ്പോൾ താഴോട്ട് പോകുന്നു. ചെളിയല്ലേ താഴെ. അവിടെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ അമ്മയുടെ കൈ കൊണ്ടും ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ അമ്മയുടെ കൈ കയറി പിടിച്ചു. അമ്മ ഇങ്ങനെ പിടിച്ച് എൻ്റെ മേലോട്ട് കയറ്റി. അങ്ങനെ നേരം വെളുക്കുന്നവരെ അമ്മ നിന്നു. അമ്മ എങ്ങനെ നിന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. നേരം വെളുത്തപ്പോൾ നാട്ടുകാർ വന്ന് വെട്ടിക്കുകയായി. ഞങ്ങൾ രണ്ടുപേരെയും പുറത്തെടുത്തു. അമ്മക്ക് ബോധമൊന്നുമില്ല. പിന്നെ വെള്ളമൊക്കെ തെളിച്ച് ബോധമൊക്കെ വന്ന. പക്ഷേ അപ്പനും പെങ്ങളും പോയി. പിന്നെ കുറേ നാളിങ്ങനെ അമ്മയുടെ കൈ നെഞ്ചത്ത് വെച്ചാൽ ഞാൻ ഉറങ്ങുന്നത്. പിന്നെ പള്ളിയിൽ അച്ഛനെ കൊണ്ടുപോയി കൗൺസിലറെ കാണിച്ചപ്പോൾ എന്തോ ഡ്രാമ റിലീസാകണതിൻ്റെ ഇതൊക്കെയാണെന്ന് പറഞ്ഞു. ഒരുതരം മാനസിക രോഗമാണ്. സോറി ജോസേട്ടായി. എന്നാത്തിനെ ഞാൻ കർത്തവനോട് അപ്പോഴേ ക്ഷമിച്ചു. പക്ഷേ ചത്തങ്ങ് ചെല്ലുമ്പോൾ പുള്ളിക്കാരനോട് ഇതിന് സമാധാനം ചോദിച്ചേ ജോസ് പുള്ളിക്കാരനോട് വാനടിക്കത്തുള്ളൂ. അത് വേറെ.